ജർമ്മനി വെറുമൊരു രാജ്യമല്ല. തകർച്ചകൾക്കും വളർച്ചകൾക്കും കൂടിച്ചേരലുകൾക്കും ഒത്തിരി രക്തച്ചൊരിച്ചിലുകൾക്കും സാക്ഷിയായ മണ്ണ്. അതെ, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ജർമ്മനിയുടെ ഞെട്ടിക്കുന്ന ചരിത്രത്തിൻ്റെ വേരുകളിലേക്ക് ഒരു യാത്ര. വെൽക്കം ടു സാഗ സീക്കർ. പഴയ റോമൻ സാമ്രാജ്യത്തോട് പോലും ചെറുത്തുനിന്ന് പിന്നെ ആ റോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ പോലും പങ്കുവഹിച്ച ഒരു കൂട്ടം മനുഷ്യർ, സ്വന്തം ഗോത്രങ്ങളെ സംരക്ഷിക്കാൻ ഏത് നിമിഷവും പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കുന്ന പുരുഷന്മാർ, ആവോളം സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന സ്ത്രീകൾ, പ്രകൃതിയെയും വൃക്ഷങ്ങളെയും മൃഗങ്ങളെയും നദികളെയും ആരാധിച്ചിരുന്ന അവർ, ജർമാനിക് ട്രൈബ്സ്. അവരിൽ നിന്ന് തുടങ്ങി ഷാലമീൻ്റെ ഹോളി റോമൻ സാമ്രാജ്യത്തിലൂടെ സഞ്ചരിച്ച് കാലങ്ങൾ കടന്ന് 1871 ഓട്ടോ വൺ ബിസ്മാർക്ക് എന്ന ഉരുക്കു മനുഷ്യനിലൂടെ ജർമ്മനി ഇന്ന് കാണുന്ന രീതിയിൽ ഒന്നാകുന്നു. പക്ഷേ വൈകാതെ 1914 ഒന്നാം ലോക മഹായുദ്ധത്തിന് സാക്ഷിയാകുന്നതും 1918 പരാജയത്തോടെ തകർച്ചയും മറ്റു യൂറോപ്യൻ കൊളോണിയൽ രാജ്യങ്ങളിലെ പരിഹാസവും ഏറ്റുവാങ്ങി അതിൻ്റെ പകയും വീറും വാശിയും ഊതിപ്പെരുപ്പിച്ച് അത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതിരിച്ചതും, അതിനിടയിൽ ലോകം ഞെട്ടിയ സംഭവ വികാസങ്ങളും വംശവെറിയും യുദ്ധവെറിയും പൂണ്ട് ദശലക്ഷക്കണക്കിന് ജൂതന്മാരെയും ജിപ്സികളെയും എതിരാളികളെയും കൊന്നൊടുക്കിയ ഹിറ്റ്ലർ എന്ന ഭരണാധികാരിയിലൂടെയും സഞ്ചരിച്ച് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ജർമ്മനി വീണ്ടും രണ്ടായി പിളരുന്നു. ഈസ്റ്റ് ജർമ്മനി എന്നും വെസ്റ്റ് ജർമ്മനി എന്നും. അങ്ങനെ രണ്ടായി പിരിച്ച് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും സോവിയറ്റ് റഷ്യയും പങ്കിടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ശീതയുദ്ധം ലോകത്തുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, ബെർലിൻ മതിലിൻ്റെ തകർച്ചയോടുകൂടി സോവിയറ്റ് യൂണിയൻ തകരുന്നതും പിന്നെ വീണ്ടും 1990 ഐക്യപ്പെട്ട് ഇന്നത്തെ ജർമ്മനി ഉണ്ടാകുന്നതും ചരിത്രം. അങ്ങനെ കണ്ടാലും കേട്ടാലും കൊതി തീരാത്ത എത്ര സംഭവങ്ങൾ.